ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ യുണിബിസ് കമ്പനിയുടെ തന്നെ നോനി ജ്യൂസ്, അതായത് നോനി ജ്യൂസ് കോൺസെൻട്രേഷൻ വിത്ത് അലോവേറ, അതുകൂടാതെ വേറെയും 5-8 ഇൻഗ്രീഡിയൻറ്റ് കൂടിയുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ തരുന്നത്. അതായത് നോനി ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പേർക്ക് കഴിഞ്ഞ 12 വർഷത്തിലധികമായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നോനി ജ്യൂസ്. അതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോണിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നോനി എന്ന് പറയുന്നത്. 155-ലധികം വരുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് നോനിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് എന്തിനൊക്കെ സഹായിക്കും? കൂടുതലായിട്ടും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് രക്തവാദം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വളരെയധികം എഫക്റ്റീവാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. ഡയബറ്റിക്സ് പേഷ്യൻസിനും നോനി ജ്യൂസ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് BP, ബ്ലഡ് പ്രഷറിന് ഉള്ള ആളുകൾക്ക് കൂടി ഏറ്റവും കൂടുതൽ ആശ്വാസം കൊടുക്കുന്ന ഒന്നാണ് നോനി ജ്യൂസ്. ഇനി അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ മസിൽസിനുണ്ടാകുന്ന വേദനകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളിലാണ് ഈ ബോഡി പെയിനൊക്കെ ധാരാളം, അവർക്ക് നോനി ജ്യൂസ് വളരെയധികം സഹായകമാണ്, വേദനയൊക്കെ കുറയാനായിട്ട് സഹായകമാണ്. പിന്നെ ഇതിന് വേറൊരു ഗുണം, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് ഇറഗുലർ മെൻസ്ട്രുവേഷൻ, അതുപോലെ മെൻസ്ട്രുവേഷൻ പീരീഡ്സിൽ ഉണ്ടാകുന്ന വലിയ അളവിലുള്ള വേദന, പിന്നെ PCOD, ഫൈബ്രോയിഡ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, പിന്നെ രക്തത്തിൽ അയൺ കണ്ടന്റ് കുറവായിട്ട്, അതായത് HB കണ്ടന്റ് കുറവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, തലചുറ്റൽ, ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു സപ്ലിമെൻ്റ് ആണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളുണ്ടാകുന്ന ഡിപ്രഷൻ പോലുള്ള പ്രയാസങ്ങൾ, അതിനൊക്കെയും ആശ്വാസം കൊടുക്കുന്നത്. പിന്നെ ദഹന പ്രക്രിയയെ സംബന്ധിച്ച് ഡൈജഷൻ സിസ്റ്റത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഗട്ട് ബാക്ടീരിയകളെയൊക്കെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ വയറിൻ്റെ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് അൾസർ, മലബന്ധം, ഇതൊക്കെ തടയുന്നതിനും, അതുകൂടാതെ നമ്മുടെ രക്തചംക്രമണം ശരിയായ രീതിയിൽ നടത്തുന്നതിനും നോനി ജ്യൂസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സ്കിൻ ഡിസോർഡേഴ്സ്, ചർമ്മ രോഗങ്ങൾ തടയാനായിട്ടൊക്കെ നോനി ജ്യൂസ്, ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ആളുകൾക്ക് നമ്മൾ നോനി ജ്യൂസ് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ തടയുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ അസ്തമ പോലത്തെ പ്രയാസങ്ങൾ, ഇവർക്കൊക്കെ നോനി ജ്യൂസ് നല്ലതാണ്. പിന്നെ ഈ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും നോനി ജ്യൂസ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുടി കൊഴിച്ചിൽ തടയാനായിട്ട് നോനി ജ്യൂസിന് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ശരീരത്തിനകത്തുണ്ടാകുന്ന ട്യൂമറിൻ്റെ വളർച്ച സ്റ്റാഗ്നേറ്റ് ചെയ്യാനായിട്ട്, തടയാനായിട്ട് നോനി ജ്യൂസിന് സഹായിക്കുന്നുണ്ട്. ബാഡ് കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടും നോനി ജ്യൂസിന് സഹായിക്കുന്നതാണ്. നോനി ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇതിൽ നോനി മാത്രമല്ല നമ്മുടെ നോനി ജ്യൂസിൽ അടങ്ങിയിട്ടുള്ളൂ. ഇതിൽ കറ്റാർവാഴ അടങ്ങിയിട്ടുണ്ട്, ഗ്രേപ്പ് അടങ്ങിയിട്ടുണ്ട്. കറ്റാർവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ, അതുപോലെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തടയുന്നതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഗ്രേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഗ്രേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഗുണങ്ങൾ, മെയിനായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നോനി അടങ്ങിയിട്ടുണ്ട്, പിന്നെ കറ്റാർവാഴ അടങ്ങിയിട്ടുണ്ട്, അതുകൂടാതെ നെല്ലിക്ക വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക. അതുപോലെ തന്നെ തൃകടു, അതായത് നമ്മൾ പിന്നെ നോനി ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൃകടു എന്ന് പറയുന്നത്. അതുകൂടാതെ അശ്വഗന്ധം, അതുപോലെ വിധാങ്, ബ്രഹ്മി, രസായന ചൂർണം, ഗ്രേപ്സ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. പ്രായമായ ആളുകൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ, ക്ഷീണമുണ്ടെങ്കിൽ, തളർച്ചയുണ്ടെങ്കിൽ, അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രക്തക്കുറവ്, PCOD, അതുപോലെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. മുടികൊഴിച്ചിൽ, ഇതൊക്കെ പിന്നെ അതായത് ഇതിനൊക്കെ പിന്നെ ആശ്വാസം കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നോനി ജ്യൂസ്. ദിവസേന ഒരു 30 ml ആണ് ആവശ്യമുള്ളൂ. അത് ചുടുവെള്ളത്തിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഒരു 1 month എങ്കിലും ഒരു 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു 1 month കഴിക്കാനുള്ളതുണ്ട് കഷ്ടിച്ച്. ഒരു 1 month എങ്കിലും നോനി ജ്യൂസ് കഴിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന മാറ്റം, അത് വളരെയധികം അത്ഭുതകരമാക്കുന്ന തരത്തിലുള്ള ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്നുണ്ട്. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ധാരാളം 10,000-കണക്കിന് കസ്റ്റമേഴ്സ് നമ്മളുടെ നോനി ജ്യൂസിനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ഉപയോഗിച്ച് നോക്കുക.
എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം.